make money. എല്ലാവരും ഡോക്ടേഴ്സ് ആയിക്കോട്ടെ make money, engineers ആയിക്കോട്ടെ make money. നമ്മൾ തന്നെ കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്, മാർക്കറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിങ്. എവറിബഡി ഈസ് എന്തിനാ ഈ അപ്പ് സ്കില്ലിംഗ്? ദാറ്റ് ഇസ് ടു മേക്ക് മണി. ബട്ട് വാട്ട് ആഫ്റ്റർ മേക്കിംഗ് മണി എന്നുള്ളത് ആരും പറയുന്നില്ല. ഇപ്പോൾ ഞാനാണെങ്കിൽ ആയിക്കോട്ടെ, ഹാരിസ് ആയിക്കോട്ടെ, നമ്മൾ ആരായിക്കോട്ടെ, ഏറ്റവും കൂടുതൽ മിസ്റ്റേക്സ് വരുത്തുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻസ് ആൻഡ് സ്പെൻഡിങ് ആണ്, മണി മാനേജ്മെൻറ്റാണ്. വി മേഡ് എ ലോട്ട് ഓഫ് മിസ്റ്റേക്സ് ആൻഡ് വി കറക്റ്റഡ് ഇറ്റ്. അക്കൗണ്ടിങ്ങിൽ എനിക്ക് അവിടെ ഫോർമുലാസ് അല്ലാതെ വേറെ ഒന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ല. ആൻഡ് ദാറ്റ് ഈസ് വെരി ഇൻറ്റിമിഡേറ്റിംഗ്. See, numbers aren't scary, but ignoring it is scary. നമ്മളിങ്ങനെ ഫിനാൻസ് ഇൻറ്റിമിഡേറ്റിംഗ് ആണെന്ന് പറയുന്നതല്ല, ഫിനാൻസ് അറിയില്ല എന്ന് പറയുന്നതാണ് ഇറ്റ്സ് ആക്ച്വലി ഇൻറ്റിമിഡേറ്റിംഗ്. വൈ ഫിനാൻസ് സ്കൂൾ? ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വൈ ഫിനാൻസ് സ്കൂൾ? ഇപ്പോൾ നമ്മൾ മാത്തമാറ്റിക്സിൽ പറയും, എന്താ ഞാൻ ട്രിഗ്നോമെട്രി പഠിച്ചിട്ട് സൈൻ തീറ്റ പഠിച്ചിട്ടൊന്നും ആയിട്ടില്ല എന്നുള്ളത്. അപ്പം അങ്ങനത്തെ അല്ലാണ്ട് റിയൽ ലൈഫിൽ ഒരാൾ ഒരു ഫ്രീലാൻസർ ആയിക്കോട്ടെ, അവർക്ക് എന്താണോ വേണ്ടത് അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. What will be one advice that will give to every student out there in HACA? ഒരു അഡ്വൈസ് എന്തായിരിക്കും? Start investing now. Hi guys, welcome back to the space by HACA, the podcast by Haris&Co Academy. ഇന്ന് നമ്മുടെ ഹാരിസ്&കോയുടെയും ഹാക്കയുടെയും CFO, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആയിട്ടുള്ള നിസ്വ കൂടെ ഉണ്ട്. ഹൈ നിസ്വ, വെൽക്കം ടു ദ ഷോ. ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം യുവർ ജേർണി ഇറ്റ് സെൽഫ്, റൈറ്റ്? കാരണം സാധാരണ നമ്മൾ എപ്പോഴും നമ്പേഴ്സാണ് പറയാറുള്ളത്. ഇന്ന് നമ്പേഴ്സിൻ്റെ ബാക്കിലേക്ക് പോവാം, റൈറ്റ്? ഹൗ ഡിഡ് യു എത്തും ഹൗ ഡിഡ് യു ഗെറ്റ് ഇൻ ടു ഫൈനാൻസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ്? ഓർ ലൈക്ക് ചെറുപ്പം തൊട്ടേ ഇഷ്ടമായിരുന്നോ നമ്പേഴ്സ്, അനലിറ്റിക്സ് കാര്യങ്ങളൊക്കെ? ചെറുപ്പം തൊട്ടേ ഇഷ്ടമൊന്നുമല്ലായിരുന്നു. 10th ശേഷം ഞാൻ 11th and 12th കൊമേഴ്സ് ചൂസ് ചെയ്തു. അപ്പോൾ കൊമേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ തന്നെ ഐ ഹാഡ് ഇലക്ടീവ് പേപ്പേഴ്സ്. അതായത് എനിക്ക് അവിടെ സ്കൂളിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എനിക്ക് മാത്സിൽ നിന്ന് ഒഴിവാകാൻ പറ്റുമെന്ന്. അപ്പോൾ സ്കൂളിൽ പറഞ്ഞു യു ക്യാൻ either ചൂസ് മാത്തമാറ്റിക്സ് ഓർ ഹിന്ദി ഓർ IP. അപ്പം ഞാൻ ഓക്കെ, മാത്സിനൊരു നമുക്കിങ്ങനെ കളയാൻ പറ്റും, മാത്സില്ലാത്ത സബ്ജക്റ്റ്. ലൈക്ക് വാവ്, ഹാപ്പി. അങ്ങനെ ഞാൻ മാത്സ് ഒഴിവാക്കിയിട്ട് IP ചൂസ് ചെയ്തിട്ട് കൊമേഴ്സ് എടുത്തു. അങ്ങനെ 2 years 11th and 12th കൊമേഴ്സ് പഠിച്ചിട്ട് വാസ് വെരി ഗുഡ്. ഐ ഹാഡ് വെരി ഗുഡ് മെൻറ്റേഴ്സ്. അപ്പോൾ ആ ഒരു ബിസിനസ് വേൾഡിലേക്കുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത് ഐ ഹാഡ് വെരി ഷാജു സർ എന്ന് പറഞ്ഞൊരു സർ ഉണ്ടായിരുന്നു. ഹി ഈസ് വെരി ഗുഡ്. അപ്പോൾ അങ്ങനെ വന്നു. എൻ്റെ പ്ലാനിൽ 12th കഴിയുമ്പോഴത്തേക്ക് CS ആയിരുന്നു, കമ്പനി സെക്രട്ടറിഷിപ്പ്, ബിക്കോസ് ഇറ്റ്സ് തിയറി. എനിക്ക് തിയറി കൂടുതൽ ഇഷ്ടമായിരുന്നു. പക്ഷെ ദെൻ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഞാൻ CA ആണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എന്താണ് CA, എന്താ നോക്കാം. എന്നിട്ട് ഇറ്റ്സ് ലൈക്ക് ഓക്കെ, പ്രൊഫഷണൽ കോഴ്സാണ്, ഓക്കെ ആണ്. ഫ്രണ്ട് പറഞ്ഞോണ്ടൊന്നുമല്ല, പക്ഷെ ഐ ഫെൽറ്റ് ലൈക്ക് ഓക്കെ, നോട്ട് ദിസ്. അങ്ങനെ അതിലേക്ക് വന്നു. അങ്ങനെയാണ് ജേണി വരുന്നത്, റൈറ്റ്? സോ ഫിനാൻസ് എന്ന് പറയുന്ന സാധനം, ഓർ അക്കൗണ്ട്സ്, ഫിനാൻസ് എന്നൊക്കെ പറയുന്ന സാധനം ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ ലൈക്ക് അങ്ങനെ പറഞ്ഞൂടാ, ഡിഫിക്കൽട്ട് നിലയിലേക്കായിട്ടല്ല. അതായത് അതൊരു ചെറിയ ചില്ലറ കളിയല്ല, റൈറ്റ്? നല്ല പണിയുള്ള പരിപാടിയാണ്. ആൻഡ് ഇപ്പോൾ നമ്പേഴ്സ് ഇഷ്ടമല്ലാത്ത, മാത്സ് ഇഷ്ടമല്ലാത്ത നിസ്വ തിയറി ഇഷ്ടപ്പെട്ടിട്ട് CA പോയി, നമ്പേഴ്സിലോട്ട് പോയി. ഇപ്പം ലൈക്ക് യു മാനേജ് ദ ഫൈനാൻസ് ഓഫ് 2 companies, റൈറ്റ്? ആൻഡ് അതും അഗെയിൻ ചില്ലറ പണിയല്ല. കാരണം ഇപ്പോൾ ഞാനാണെങ്കിൽ ആയിക്കോട്ടെ, ഹാരിസ് ആയിക്കോട്ടെ, നമ്മൾ ആരായിക്കോട്ടെ, ഏറ്റവും കൂടുതൽ മിസ്റ്റേക്സ് വരുത്തുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻസ് ആൻഡ് സ്പെൻഡിങ് ആണ്, മണി മാനേജ്മെൻറ്റാണ്, റൈറ്റ്? അപ്പോൾ ഈ ഒരു റോളിൽ അത് ആസ് എ പേഴ്സൺ ഹൂ ലീഡ്സ് ഫിനാൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഡിസിഷൻസ് ഫ്രം ദ ഫ്രണ്ട്, ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ? അതേപോലെ ഏറ്റവും റിവാർഡിങ് ആയിട്ടുള്ള സംഭവം എന്താ ഇൻ ഫിനാൻസ്? അഗെയിൻ ഞാൻ ഇവിടെ ഒരു കറക്ഷൻ പറയാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ മാത്സ് ഇഷ്ടമില്ലാത്ത നിസ്വ ഇതിലേക്ക് എത്തി. ഇതിൽ മാത്സ് ഇല്ല. മാത്സ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താ, ഞാൻ വിചാരിച്ചു ട്രിഗ്നോമെട്രി അത് ഇതൊക്കെയാണ് CA. എല്ലാവരും CA എന്ന് പറയുമ്പോഴത്തേക്കും മാത്സ് ഭയങ്കര, ഞാൻ മാത്സ് പഠിച്ചിട്ടില്ല, മാത്സ് പഠിക്കാണ്ടാണ് ഇതിലേക്ക് എത്തിയത്. ഹിയർ യു നീഡ് ദ ബേസിക് കാൽക്കുലേഷൻ വേണം മാത്സിൽ. എന്താ അഡീഷണൽ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ. അതല്ലാണ്ട് ഇറ്റ്സ് ഓൾ അബൌട്ട് എന്താ ഹൗ യു അനലൈസ് പുട്ടിങ്, വേറെ കാര്യങ്ങളാണ്. ഇറ്റ് ഇസ് നോട്ട് മാത്തമാറ്റിക്സ്. വി ഹാവ് അതർ സബ്ജക്ട്സ്, അക്കൗണ്ടിങ്, ടാക്സേഷൻ, കോസ്റ്റിംഗ് ഒക്കെ വേറെ സബ്ജക്റ്റാണ്. ഇറ്റ്സ് നോട്ട് മാത്സ്. ഓക്കെ ഫസ്റ്റ് അത്. പിന്നെ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഏറ്റവും റിവാർഡിങ് ആൻഡ് ചാലഞ്ചിങ്. ഓക്കെ, ഞാൻ ഇവിടെ വന്നത് തന്നെ ഐ വാസ് അസൈൻഡ് വിത്ത് എ ബിഗ് റോൾ. ഓക്കെ, സോ ഐ ഹാഡ് ടു ഡു ലോട്ട് ഓഫ് തിങ്സ് ഓൺ മൈ ഓൺ. വെൻ ഇറ്റ്സ് വെരി ഫാസ്റ്റ് ഗ്രോയിങ് കമ്പനി ആകുമ്പോഴത്തേക്ക് അതിൻ്റേതായ കുറേ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. അതായത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് സ്കെയിലിംഗ് ഇറ്റ്, ബട്ട് സസ്റ്റൈനബിലിറ്റി നോക്കേണ്ടിണ്ടായിരുന്നു. നമ്മൾ മണി മേക്കിംഗ് മാത്രമല്ല, എന്ത് പ്രോഡക്റ്റിലും കാര്യങ്ങളിലും വി ഹാവ് ടു സർവൈവ്. അപ്പോൾ അത് വെരി ചാലഞ്ചിങ് ആയിരുന്നു. പിന്നെ റിവാർഡിങ് ഓൾസോ. ഐ തിങ്ക് ഇറ്റ്സ് ദ സെയിം, ഇറ്റ്സ് ദ ലേണിംഗ് പ്രോസസ്. സോ there isn't anything more rewarding than that. അപ്പോൾ ഹാരിസ്&Co ആയാലും HACA ആയാലും യു ഹാവ് സീൻ ദി ഓപ്പറേഷൻസ് ഫ്രം ദ ഫ്രണ്ട്,
ഫ്രണ്ട് സീറ്റ് എന്നുള്ള ഓപ്പറേഷൻ കിട്ടിയിട്ടുണ്ട്, റൈറ്റ്? സോ ദർ ആർ ടു ആസ്പെക്ട്സ്. ദർ ഇസ് എൻ ഏജൻസി സൈഡ്, ദർ ഇസ് എ സർവീസ് സൈഡ്, ദെൻ ദർ ഇസ് ഓൾസോ എ സൈഡ് വിച്ച് ഇസ് എ പ്രോഡക്റ്റ് സെൻട്രിക്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡെഫിനിറ്റീവ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള നോട്ട് എ സർവീസ്, റൈറ്റ്? ഏജൻസി സർവീസ് ആണ്, എഡ്യൂക്കേഷൻ ഇസ് മോർ ഓഫ് എ പ്രോഡക്റ്റ് സൈഡ്, റൈറ്റ്? ഇപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് ആണ്, റൈറ്റ്? സോ രണ്ട് കമ്പനീൻ്റെ പെർസ്പെക്റ്റീവിലും ചിന്തിക്കുന്ന സമയത്ത് ദിസ് ഇസ് എ ജനറൽ ക്വസ്റ്റ്യൻ ഐ തിങ്ക് ഫോർ ഓൾ ദ ഫൗണ്ടേഴ്സ് ഓർ ഓൺട്രപ്രണേഴ്സ് ഔട്ട് ദെയർ. വാട്ട് മേക്സ് it successful, or what should they focus on to make it financially successfully run cheyanannundengil? I'm not saying that you are being a very good company angalalla, proper financial management what should be focused on? ഇപ്പീ പറഞ്ഞല്ലോ രണ്ട് കമ്പനീസ്, ആ രണ്ട് കമ്പനീസിൻ്റെ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ദ സിനർജി ബിറ്റ്വീൻ ദ ടു കമ്പനീസ് ആൻഡ് അക്കാഡമി മാത്രം ഹാക്ക മാത്രം നോക്കുകയാണെങ്കിൽ ദ സിനർജി ബിറ്റ്വീൻ ദ കോഴ്സസ്. നമ്മൾ എപ്പോഴും പറയും ഇക്കോ സിസ്റ്റമാണ്, ഓരോ കോഴ്സ് മറ്റേതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പ്രോജക്ട്സിലായിക്കോട്ടെ. So that is something very huge that will, it's നമുക്ക് അറിയാണ്ട് തന്നെ somewhere it will help us in our growth. And also എറ്റക്കിൻ്റെ സക്സസ് എന്ന് പറയുകയാണെങ്കിൽ ഐ തിങ്ക് അങ്ങനെ എവറി കമ്പനി ഈസ് ഹാവിങ് ഡിഫറെൻറ്റ് റിസ്ക് അപ്പറ്റൈറ്റ്, എല്ലാവർക്കും ഡിഫറെൻ്റ് ആണ്. സോ വാട്ട് വി ഹാവ് ഡൺ ഇസ് വി ഹാവ് റീഇൻവെസ്റ്റഡ് ഇറ്റ് ആൻഡ് ഇറ്റ് ഓൺ പീപ്പിൾ. ടാലൻസിൻ്റെ എടുത്തു, വി ഇൻവെസ്റ്റഡ് ഇറ്റ് ഓൺ പീപ്പിൾ, ടാലൻസിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് and also we have invested on product. Oru eteko whatever is the company, investing on the product is the first thing I feel. I believe നമ്മുടെ ജേർണിയിലും പഠിച്ചൊരു കാര്യം അതുതന്നെയാണ്. Because when the focus is ultimately on the product, success, financial success will follow. തന്നെയാണ് വിശ്വസിക്കുന്നത്. Okay, so what all things did we write here? What am do right here? Practices in financial management. We made a lot of mistakes and we corrected it. That is one thing very എന്താ അല്ലേ. ഇഫ് യു റിമെമ്പർ യെസ്റ്റർഡേ ഹവാസ് പറഞ്ഞു നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് സ്പ്രെഡ്ഷീറ്റിൽ 2 കോളമായിരുന്നു, 18-20 കോളമായി. സെയിം തിങ് ഹാപ്പൻഡ് വിത്ത് us. നമ്മളിങ്ങനെ ഓരോ സമയത്തും എന്തൊക്കെയോ ചെയ്ത് പഠിച്ച് വന്നതാണ്. ദാറ്റ് ഈസ് I think one thing that I would add upon is we have a എന്താ പറയുക ബാങ്ക് അക്കൗണ്ട് ബേസ്ഡ് ഓപ്പറേഷൻ സിസ്റ്റം. ദാറ്റ് ഈസ് ലൈക്ക് ഇൻസ്റ്റെഡ് ഓഫ് പൂളിംഗ് എല്ലാ ട്രാൻസാക്ഷൻസും ഒരു അക്കൗണ്ടിലേക്ക് വരുന്നതിന് പകരം വി ഫിഗർഡ് ഇറ്റ് ഔട്ട്, ലൈക്ക് മെയിൻറ്റെയിൻ ഡിഫറെൻറ്റ് ബാങ്ക് അക്കൗണ്ട്സ് ഫോർ എന്തൊക്കെയാണ് ഇൻകം വരാനൊന്ന്, ഫോർ ഓപ്പറേഷണൽ എക്സ്പെൻസസ് ഒന്ന്. ആൻഡ് ഓൾസോ ഐ തിങ്ക് ഐ ക്യാൻ ആഡ് ഏറ്റവും വലുത് സ്ട്രീം ലൈൻ ചെയ്ത സംതിങ് വെരി റൈറ്റ് എന്ന് തോന്നുന്നത് എക്സ്പെൻസ് അപ്രൂവൽ സ്ട്രീം ലൈൻ ആക്കിയെന്നാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു, ഇറ്റ്സ് ലൈക്ക് ഞാൻ ഈ എക്സ്പെൻസ് ചെയ്തിട്ടുണ്ട് ഒന്ന് പേ ചെയ്യണം. ഇറ്റ്സ് ലൈക്ക് അവർ റോൾ ഇസ് നോട്ട് ജസ്റ്റ് ടു മേക്ക് ദ ട്രാൻസാക്ഷൻ. നമ്മളിങ്ങനെ എന്ത് ചെയ്യുക, പേയ്മെന്റ് ചെയ്യുക അല്ലെങ്കിൽ അക്കൗണ്ട് ചെയ്യുക എന്നുള്ളതല്ല. ഇറ്റ്സ് ലൈക്ക് നൗ വി ഹാവ് ലൈക്ക് കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് പറ എന്താന്നുള്ളത്. ദാറ്റ് ഈസ് അടിപൊളി. ആൻഡ് ഫൈനലി ആഫ്റ്റർ എ ലോങ് വെയിറ്റ്, ഐ തിങ്ക് ക്ലോസ് ടു 6 months വെയിറ്റിന് ശേഷം ഫിനാൻസ് സ്കൂൾ ലോഞ്ച് ചെയ്തു. റൈറ്റ്, ഹൗ ഡസ് ഇറ്റ് ഫീൽ? I feel very excited and put your responsibility again. So what excites you most about it? It's not just about another finance course, I feel. It's about making people know about money a lot. So that is another thing. Not looking like separate or just another finance course allowed, because that is there in the market. ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ലൈക്ക് നമ്മളിങ്ങനെ ഫിനാൻസ് സ്കൂളിനെ കുറിച്ച് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെയും നമ്മളിങ്ങനെ വണ്ടിയിൽ വരുന്ന സമയത്ത് നിസ്വാന പറയണ്ടായി, ഇറ്റ്സ് റിയലി നോട്ട് അബൌട്ട് ജസ്റ്റ് ക്രിയേറ്റിംഗ് ജോബ്സ്. ഇറ്റ്സ് മച്ച് മോർ ദൻ ദാറ്റ്. അതായത് ക്രിയേറ്റിംഗ് ഒരു എന്താ പറയുക ഫിനാൻഷ്യലി ലിറ്ററേറ്റ് സൊസൈറ്റി, റൈറ്റ്? സോ അതെന്താ ലൈക്ക് വേർ ഡസ് ഇറ്റ് കം ഫ്രം, ഓർ വൈ, വാട്ട് ഇസ് ദ വൈ ബിഹൈൻഡ് ദാറ്റ്? അതെന്താ അങ്ങനെ? Because it is already a revolution has been created. Make money. എല്ലാവരും ഡോക്ടേഴ്സ് ആയിക്കോട്ടെ മേക്ക് മണി, എഞ്ചിനീയേഴ്സ് ആയിക്കോട്ടെ മേക്ക് മണി. നമ്മൾ തന്നെ കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഗ്രാഫിക് ഡിസൈൻ. എവറിബഡി ഈസ് എന്തിനാ ഈ അപ് സ്കില്ലിംഗ്? ദാറ്റ് ഇസ് ടു മേക്ക് മണി. ബട്ട് വാട്ട് ആഫ്റ്റർ മേക്കിംഗ് മണി എന്നുള്ളത് ആരും പറയുന്നില്ല. സോ ആഫ്റ്റർ മേക്കിംഗ് മണി ദിസ് ഈസ് യു ആർ ക്രിയേറ്റിംഗ് വെൽത്ത് ടു ഇക്കണോമി അഗെയിൻ ബൈ എന്താ മോർ സേവിങ് അല്ലെങ്കിൽ നോയിങ് ഹൗ ടു യൂസ് യുവർ മണി പ്രോപ്പർലി. You are growing the money actually. So that is like more money into the economy. അപ്പോൾ എല്ലാ ആൾക്കാരും ഇത് പഠിക്കണം, അറിഞ്ഞിരിക്കണം. അങ്ങനെയാണ് ഇത് വരുന്നത്. ഓക്കെ, സോ ഇൻ ദാറ്റ് നോട്ട് അഗെയിൻ വാട്ട് കൈൻഡ് ഓഫ് പ്രോഗ്രാംസ്, അതായത് എന്തൊക്കെ ടൈപ്പ് ഓഫ് ലേണിംഗ് അറീനാസ് ആൾക്കാർ ഫിനാൻസ് സ്കൂളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം? വാട്ട് ഇസ് എ പ്ലാൻ ഫോർ us?
ഏത് ഫീൽഡിൽ ആയിക്കോട്ടെ, ലൈക്ക് ഹൗ ഇസ് ഇറ്റ് പേഴ്സണൽ ഫിനാൻസിൽ അവർക്ക് എന്തൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വേണ്ടി വരാം, അല്ലെങ്കിൽ ഹൗ ഇസ് ഇറ്റ് ടാക്സ്ഡ്. ടാക്സേഷൻ ഇസ് ലൈക്ക് പീപ്പിൾ ഡോണ്ട് നോ. എല്ലാം കൂടി ലൈക്ക് ദേ പുട്ട് ദ മണി അല്ലെങ്കിൽ ദേ ത്രോ ദ മണി സിംപ്ലി. നേരത്തെ തന്നെ അവർക്ക് ഇൻഡിവിജ്വലി അറിയാമെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ. ആൻഡ് ഓൾസോ സേ ഇപ്പോൾ നമ്മളെപ്പോഴും ഫിനാൻസ് എന്ന് പറയുന്ന സമയത്ത് സേ ഒരാൾ പോയിട്ട് ITR ഫയൽ ചെയ്തെന്ന് വെച്ചാൽ, ഓർ ടാക്സേഷനെ കുറിച്ച് അറിയുമെന്ന് വെച്ചാൽ, ഓർ സേ PF ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത് നമ്മളെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ചില കാര്യങ്ങൾ ചോദിച്ചാൽ തന്നെ ഭയങ്കര ഇൻറ്റിമിഡേറ്റിംഗ് ആണ്, അല്ല ഭയങ്കര ആൾക്കാർ പേടിയാവും, അറിയില്ല അവർക്ക്. ദേ വുഡൻറ്റ് ഹാവ് തോട്ട് റൈറ്റ് ഇന്ന റൂൾ അറിയോ. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കുറേ ക്രിയേറ്റേഴ്സ് എസ്പെഷ്യലി ഫിനാൻഷ്യൽ ക്രിയേറ്റേഴ്സ് ചെയ്യുന്ന ദേ സ്പീക്ക് എ ലോട്ട് ഓഫ് ടെക്നിക്കൽ ടേംസ് കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിപ്പിക്കുന്ന സംഭവം റൈറ്റ്. ഹൗ ആർ വി ഗോയിങ് ടു സോൾവ് ദാറ്റ്? അതായത് കാരണം ഇപ്പം അവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഞാൻ MBA ജോയിൻ ചെയ്ത സമയത്ത് ഐ ഹാഡ് സബ്ജക്റ്റ് അക്കൗണ്ടിങ്. ഓക്കെ, എനിക്ക് ഐ എം ഗുഡ് അറ്റ് മാത്ത്, ഐ ലവ് മാത്ത്. ഓക്കെ, ലവ് മാത്ത് എന്ന് വെച്ചാൽ ലവ് മാത്ത്. പക്ഷേ അക്കൗണ്ടിങ്ങിന് ഐ തിങ്ക് ഇറ്റ് വാസ് ഒരു അത്യാവശ്യം ലെങ്തി കോഴ്സാണ് റൈറ്റ്. എസ്പെഷ്യലി മൈ MBA വാസ് ഇൻ സ്ട്രാറ്റജി ആൻഡ് ലീഡർഷിപ്പ്. ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വേറെ കാര്യം. പക്ഷേ അക്കൗണ്ടിങ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് റൈറ്റ്. അക്കൗണ്ടിങ്ങിൽ എനിക്ക് അവിടെ ഫോർമുലാസ് അല്ലാതെ വേറെ ഒന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ല. ആൻഡ് ദാറ്റ് ഈസ് വെരി ഇൻറ്റിമിഡേറ്റിംഗ്. അത് സേ ഇന്ന മാർജിൻ, ഇന്ന സാധനം, ഇന്ന സംഭവം, ഈ ബിഡ, അത് ഇത് ലൈക്ക് ലോട്ട് ഓഫ് ടേംസ്, ടെക്നിക്കാലിറ്റീസ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ് റൈറ്റ്. ഹൗ ഈസ് ഇറ്റ് ലൈക്ക് വൈ ഈസ് ഇറ്റ് സോ എന്തിനാ അങ്ങനെ ചെയ്യുന്ന എല്ലാവരും? ആൻഡ് ഹൗ ആർ വി ഗോയിങ് ടു ലൈക്ക് ഡിഫറൻഷിയേറ്റ്? കാരണം നമുക്ക് ആരെ പേടിപ്പിച്ചിട്ടൊരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. I think finance itself is not intimidating actually. See, numbers aren't scary, but ignoring it is scary. നമ്മളിങ്ങനെ ഫിനാൻസ് ഇൻറ്റിമിഡേറ്റിംഗ് ആണെന്ന് പറയുന്നതല്ല, ഫിനാൻസ് അറിയില്ല എന്ന് പറയുന്നതാണ് ഇറ്റ്സ് ആക്ച്വലി ഇൻറ്റിമിഡേറ്റിംഗ്. അപ്പോൾ വി ഹാവ് ടു മേക്ക് പീപ്പിൾ അവെയർ ഓഫ് ഇറ്റ്. അതായത് ദിസ് ബീങ് ഇഗ്നോറൻറ്റ് ഓഫ് ഇറ്റ് ഇസ് വാട്ട് ഇസ് സ്കേറി എന്നുള്ളത് അവെയർ ആക്കി കൊടുത്തിട്ട് ആൻഡ് മേക്ക് ദം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞല്ലോ, ഭയങ്കര ടെക്നിക്കാലിറ്റിയിൽ മേ ബി വിൽ ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഹ്യൂമൻ ലാംഗ്വേജ്. കുറച്ച് ചിലപ്പം ഫിനാൻസിൻ്റെ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ കോട്ടും സുട്ടിട്ട് വന്നിട്ട് പേടിപ്പിക്കുന്ന ആൾക്കാരായിട്ട് പേടിയാവുന്നതായിരിക്കാം. പക്ഷേ സിമ്പിൾ ഡീകോഡ് ചെയ്തിട്ട് we can give people. Why finance school? Say ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം why finance school? And like how do we learn here? Why should they join finance school? Why they have like why they learn any course? Why they need money? ആ ഒരു ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ then why finance school? Why people look for a job? Every person will have a why. That why will ultimately lead them to money. Then of course if you are making money, then that is why finance school is for you. ആ ഒരു സാധനം നമുക്ക് എല്ലായിടത്തും പോലെ is this also theoretical? No, it is not theoretical. We give like എന്താ പ്രാക്ടിക്കലായിട്ട് തന്നെ കൊടുക്കാനും റിയൽ ടൈം എക്സാമ്പിൾസ് വെച്ചിട്ട്. അതായത് ഇപ്പോൾ നമ്മൾ എന്തൊക്കെയോ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ അക്കൗണ്ടിങ്ങിലാണെങ്കിലും അപ്ലൈ ചെയ്യാത്ത കാര്യങ്ങൾ പഠിച്ചിട്ട് ഇപ്പോൾ നമ്മൾ മാത്തമാറ്റിക്സിൽ പറയും എന്താ ഞാൻ ട്രിഗ്നോമെട്രി പഠിച്ചിട്ട് സൈൻ തീറ്റ കോസ് തീറ്റ പഠിച്ചിട്ടൊന്നും ആയിട്ടില്ല എന്നുള്ളത്. അപ്പം അങ്ങനത്തെ അല്ലാണ്ട് റിയൽ ലൈഫിൽ ഒരാൾ ഒരു ഫ്രീലാൻസർ ആയിക്കോട്ടെ, അവർക്ക് എന്താണോ വേണ്ടത് അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അടിപൊളി. Are we using any techniques, any tools? We'll be using mock websites. അവർക്കിപ്പോൾ ഫ്രീലാൻസിങ് കൺസൾട്ടിങ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ് വഴി ഇനി ടാക്സ് കൺസൾട്ടൻസ് അങ്ങനത്തെ ആവേണ്ട ആൾക്കാരാണെങ്കിൽ വിൽ ബി പ്രൊവൈഡിങ് ദം വിത്ത് മോക്ക് വെബ്സൈറ്റ്സ്, മേക്ക് ദം പ്രാക്ടീസ് ഓൺ ഇറ്റ് ആൻഡ് ദെൻ ഓൺലി വിൽ അവർ ട്രെയിൻ ചെയ്യും. അത് ഒരു സിമുലേഷൻ പോലെയാണ് കംപ്ലീറ്റ്ലി ചെയ്യേണ്ടത്. ഓക്കെ, അടിപൊളി. ഈ ഫിനാൻസിലേക്ക് വരുന്ന സമയത്ത് ജനറൽ പെർസ്പെക്റ്റീവിലുള്ള സംഭവം, അതായത് മെജോറിറ്റി ഓഫ് ആൾക്കാരും ഫിനാൻസ് ഒരു സിമ്പിൾ കരിയർ അല്ലെങ്കിൽ ചെറിയൊരു കരിയർ ആയിട്ടാണ് കണ്ടത്. What misconceptions do people make in terms of careers in finance? എന്തൊക്കെ തരത്തിൽ അത് ഭയങ്കര മിസ്ജഡ്ജ് ചെയ്യും റൈറ്റ്? എനിക്കറിയില്ല എന്തിനുകൊണ്ട് മിസ്ജഡ്ജ് ചെയ്യണം. കാരണം ദിസ് ഇസ് സംതിങ് അൾട്ടിമേറ്റ്ലി എവറിബഡി നീഡ്സ് അല്ലേ. ഫിനാൻസ് ഇല്ലാണ്ട് വാട്ട് ഇസ് ദെയർ? ഏതൊരു ഇൻഡസ്ട്രി ആണെങ്കിലും ഫിനാൻസ് ഇല്ലാണ്ട് ഇറ്റ് ഈസ് ഗോൺ. നമ്മൾ ഡേ 1 തൊട്ട് നോക്കുന്ന ഒരു സംഭവമാണ് ഫിനാൻസ്. പക്ഷെ മെജോറിറ്റി ഓഫ് കമ്പനീസിൽ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുവിധം ഏറ്റവും ലാസ്റ്റ് ഹയർ ചെയ്യുന്ന ഒരാളായിരിക്കും അക്കൗണ്ടന്റ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം ഹയർ ചെയ്യേണ്ട ഒരാളാണ് അക്കൗണ്ടന്റ്. ആദ്യം ഹയർ ചെയ്യേണ്ട ഒരാളാണ്. ബിക്കോസ്
കമ്പനി തുടങ്ങിയിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ട് അക്കൗണ്ടന്റ് ഹയർ ചെയ്യുമ്പോഴത്തേക്ക് 6 മാസം എന്ത് സംഭവിച്ചു ഈ ഫൗണ്ടേഴ്സിന് അറിയുന്നുണ്ടാവില്ല. എന്നിട്ട് വരുന്ന 6 മാസം കഴിഞ്ഞിട്ട് വരുന്ന അക്കൗണ്ടന്റ് ഫുള്ള് ഇരുന്ന് നോക്കിയിട്ട് ഇവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും ഉണ്ടാവില്ല, പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് കാര്യങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും, ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവും. വൈ ടു മേക്ക് ദാറ്റ്? സേ ഒരാളൊരു നോൺ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, അവർക്കൊരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിലോട്ടുള്ള ഒരു കരിയറിലോട്ട് ഷിഫ്റ്റ് ആണ്. വേർ ഷുഡ് ദേ സ്റ്റാർട്ട്? ദേ ക്യാൻ സ്റ്റാർട്ട് ഫ്രം ദെയർ ഓൺ ഫിനാൻസ്. അവരുടെ ഡെയിലി ഒരു മേ ബി ഒരു 10K 15K സാലറി കിട്ടുന്നെങ്കിൽ അത് എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് ആദ്യം അവർ പഠിക്കാം. ദാറ്റ് ഈസ് ഹൗ ദേ ക്യാൻ സ്റ്റാർട്ട്. ദേ സ്റ്റാർട്ട് ഫ്രം ദെയർ ഓൺ മണി. ദാറ്റ് ഈസ് ദ ബേസിക്. Okay. Like, what is one financial decision that you made that you're very proud at HACA? One thing is, as I told, streamlining the expense approval system, and another thing I would be like budgeting, because നമ്മൾ മുമ്പ് ഒരു ബഡ്ജറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. And also it's like people will ask for idinore fund adinore fund. It is also time consuming. We'll have to always sit for it. So if it is there in their budget, they can ഓരോ ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഓരോ നീഷിനും നമ്മൾ ഓരോ അലോക്കേറ്റ് ചെയ്യുക എമൗണ്ട്. ബട്ട് ദി ടാസ്ക് ഈസ് മോണിറ്ററിങ് ദറ്റ് അക്കോർഡിംഗ് ടു ദ റവന്യൂ. ക്വാർട്ടർലി ഒരു മോണിറ്റർ ചെയ്യേണ്ടി വരും, ഡീവിയേഷൻസ് സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത്. ഒരു കമ്പനി ലൈക്ക് ഏറ്റവും അത് മസ്റ്റായിട്ട് മോണിറ്റർ ചെയ്യേണ്ട, ട്രാക്ക് ചെയ്യേണ്ട വാട്ട് ആർ ദ മെട്രിക്സ് ദാറ്റ് ദേ ഷുഡ് ഫോക്കസ് ഓൺ? അതായത് ഒരു സ്റ്റാർട്ടപ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം വാട്ട് ആർ ദ മേജർ മെട്രിക്സ് ദേ ഷുഡ് ട്രാക്ക്? നമുക്ക് റവന്യൂ ജനറേഷൻ പെർ യൂണിറ്റ് ഓഫ് സാലറി നോക്കാം, എഫിഷ്യൻ്റ്ലി സ്റ്റാഫിനെ യൂസ് ചെയ്യുന്നുണ്ടോ അത് നോക്കാൻ പറ്റും. അനദർ തിങ് ഈസ് കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്. നമുക്കിപ്പോൾ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐ തിങ്ക് നൗ വി ആർ നമ്മളിപ്പോൾ ക്ലോസ്ലി നോക്കുന്നുണ്ട് യൂണിറ്റ് ഇക്കണോമിക്സ്. അതിലാണ് ഈ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റും ബാക്കി കാര്യങ്ങൾ ആർപ്പോ അതൊക്കെ വരുന്നത്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐ വുഡ് ഗിവ് ഇസ്, പക്ഷേ ഒരു പേഴ്സണലി ഫിനാൻസ് മാനേജ് ചെയ്യുന്ന ഒരു കാര്യത്തിനെ ബേസ് ചെയ്തിട്ട് വാട്ട് വിൽ ബി വൺ അഡ്വൈസ് ദാറ്റ് വിൽ ഗിവ് ടു എവറി സ്റ്റുഡൻറ്റ് ഔട്ട് ദെയർ ഇൻ HACA? ഒരു അഡ്വൈസ് എന്തായിരിക്കും? സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് നൗ. പക്ഷേ ലൈക്ക് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ദേ ഡോണ്ട് ഏൺ മച്ച് എന്നുള്ളതായിരിക്കും അവരുടെ ഒരു മേജർ ആയിട്ടുള്ളൊരു റെസ്പോൺസ് ഉണ്ടാകുന്നത്. അല്ല, അത് ഏൺ മസ്റ്റ് ദേ ആർ നോട്ട് ഏണിങ് ഇനഫ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ബിക്കോസ് ദെയർ എക്സ്പെൻസസ് മോർ. അപ്പോൾ എക്സ്പെൻസ് എന്താണെന്ന് നോക്കിയിട്ട് ഇതിൽ ഇത്ര പ്രൊപ്പോർഷൻ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ ഹാവ് ടു ഏൺ മോർ. ദേ ഹാവ് ടു ലുക്ക് ഫോർ അതർ സോഴ്സ് ഓഫ് ഇൻകം, അല്ലെങ്കിൽ എങ്ങനെ ഇൻകം ഏൺ ചെയ്യുന്നത് കൂട്ടാമെന്ന് നോക്കേണ്ടി വരും. Is there any investing rule? ബേസിക് ആയിട്ടുള്ളത് നമുക്ക് 50-30-20 റൂളാണ്. അതായത് 50 ഫോർ നീഡ്സ്, 30 ഫോർ വാണ്ട്സ് ആൻഡ് 20 ഫോർ സേവിങ്സ്. അത് നമ്മുടെ 20% സേവിങ്സിലാവുന്നില്ല ഉണ്ടെങ്കിൽ യു ഹാവ് ടു ഇൻക്രീസ് ദ ഇൻകം. ബിക്കോസ് എക്സ്പെൻസ് ഓൾറെഡി കമ്മിറ്റഡ് ആയിരിക്കും, നമുക്ക് കുറയ്ക്കാൻ ചാൻസ് ചിലപ്പോൾ ഉണ്ടാവില്ല. വിൽ ഓൾറെഡി ബി ഹാവിങ് EMIs കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏർണിംഗ് കൂട്ടണം. One practice I would add is, which I do is basically എനിക്കൊരു ഗൂഗിൾ ഷീറ്റ് ഉണ്ട്, റൈറ്റ്? ഐ ഹാവ് എൻ എക്സൽ ഷീറ്റ്. ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല, യെസ്, ട്രാക്കിംഗ് യു ഹാവ് ടു ഡു. ട്രാക്കിംഗ് ഒരുപാട് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. പക്ഷേ വൺ തിങ് ഐ ഡു ഇസ്, എല്ലാ മാസവും തുടങ്ങുന്നതിന് മുന്നേ ഐ ലിസ്റ്റ് ഡൗൺ. ഇപ്പോൾ സേ നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ഉണ്ടാവും. ഫിക്സഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ EMIs ഉണ്ടാവാം, ചിലപ്പോൾ എന്തെങ്കിലും റീപേയ്മെൻറ്റ്സോ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവാം. എല്ലാ മാസവും റെക്കറിംഗ് ആയിട്ട് വരുന്ന ഫിക്സ്ഡ് ആയിട്ടുള്ള സംഭവം ഒരു സൈഡിലിടും. സേ ആ മാസം ഇത്ര ഇൻകം എനിക്ക് വരാണ്ടെന്നുള്ള ഒരു സൈഡിലിടും. എന്നിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ട് ഐ കീപ്പ് എ ബഡ്ജറ്റ്. ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐവ് ടേക്കൻ ഫ്രം കമ്പനി ഫൈനാൻസ്. അതായത് നമ്മളിപ്പോൾ എല്ലാ മാസം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ കാറ്റഗറൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇത് ചെയ്യലുണ്ട്. സെയിം വേ ഐ മാനേജ് ദാറ്റ് ഫോർ മൈ പേഴ്സണൽ ഫൈനാൻസ്. കഴിഞ്ഞൊരു 3-4 മാസമായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ ദാറ്റ് ഗീവ്സ് എ ലോട്ട് ഓഫ് ക്ലാരിറ്റി. അത് എനിക്ക് അറിയാം, സേ ഒരു നമ്മൾ അൺപ്ലാൻഡ് ആയിട്ടുള്ളൊരു എക്സ്പെൻസ് ഈ മാസം വരുന്നുണ്ടെന്ന് ഐ നോ വേർ ഐ ക്യാൻ റെഡ്യൂസ്, വേർ ഐ ക്യാൻ കോമ്പൻസേറ്റ്, അതേപോലെ തന്നെ ഹൗ മച്ച് ഐ ക്യാൻ യൂസ് എന്നുള്ള സാധനം അവിടെ കിട്ടുന്നുണ്ടോ. വാട്ട് ഐ റെപ്ലിക്കേറ്റ് ഫ്രം കമ്പനി ഫൈനാൻസസ് ബാങ്ക് അക്കൗണ്ട്സ് അഗെയിൻ. ഞാനിപ്പോൾ എന്ത് ചെയ്യും, എനിക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ഗൂഗിൾ പേ ഉള്ള അക്കൗണ്ടിലേക്ക് എനിക്ക് വേണ്ട അത്യാവശ്യത്തിനുള്ള എമൗണ്ട് മാത്രം ഇട്ട് വെക്കും. കാരണം ഇല്ല എമൗണ്ട് കാണുമ്പോൾ നമുക്ക് സ്പെൻഡിങ് ആ ഒരു ഇമ്പൾസ് ഡിസിഷൻസ് വരാം. ഇഫ് ഇറ്റ് ഇസ് ജസ്റ്റ് 500, I live like I don't have money. Same. I do the same thing. നമ്മൾ അക്കൗണ്ട് കമ്പനിയിൽ മോർ ദാൻ 4 അക്കൗണ്ട്സും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ 2 അക്കൗണ്ടേ ഉള്ളൂ. പക്ഷേ ഞാൻ എൻ്റെ എക്സ്പെൻസിന് വേണ്ടിയിട്ടായിട്ട് ഐ യൂസ് 1 അക്കൗണ്ട്. ഫോർച്ചുനേറ്റ്ലി ആണോ അൺഫോർച്ചുനേറ്റ്ലി ആണെന്ന് അറിയില്ല. ഫോർച്ചുനേറ്റ്ലി ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഫോർച്ചുനേറ്റ്ലി എൻ്റെ ആദ്യത്തെ മെയിൻ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ്, അതായത് ഫണ്ട് വരുന്ന അക്കൗണ്ടിൽ UPI വർക്ക് ആകുന്നില്ല. കുറച്ചായിട്ട് അങ്ങനെയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തിട്ടില്ല, അത് UPI റെഡിയാക്കാനായിട്ട് പോയിട്ടില്ല. ഐ ഹാവ് ദിസ് ഓൺലി. അപ്പോൾ ഇതിലേക്ക് ഒരു റിക്വയർമെൻറ്റ് സമയത്തേക്ക് ഇതിലേക്ക് പൈസ അയക്കും. ഐ ഓൾസോ നോ
എൻ്റെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് മൂവ് ചെയ്താൽ മതി എന്നുള്ള സംഭവം വരും. ദാറ്റ് ഇസ് വൺ തിങ്. ഓക്കെ, നൗ സേ ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ചിടത്തോളം like you have been working with the leadership team or the senior management team and with us and all for some time now, right? So one question again for all the startup founders, entrepreneurs, everyone is funding, investment, fundraising and all that, right? So fortunately both of our companies are fully bootstrapped, right? We haven't raised any funds. Do you think of course നമുക്ക് നമ്മളതായിട്ടുള്ള ക്യാഷ് ക്രഞ്ചസ് വരാറുണ്ട്, ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്, കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഒക്കെ ലൈക്ക് വെരി സെറ്റാണ്, അങ്ങനെയല്ല. So do you think for a fast growing startup raising funds is a good thing to look at, or should they raise funds now? What do you think? പൈസ റേസ് ചെയ്യുന്നത് നല്ലതാണോ? I don't know if it is right or wrong, but I think until and unless the product is validated, you shouldn't go for investing. കാരണം as you told, product ആണ്, if the business model isn't fully proven, the funding is just the cash flow would be sorted maybe, പക്ഷേ it is not fixing the weak foundation. അവിടെ product is very important, because even if you നമുക്ക് നേരത്തെ തന്നെ amount കിട്ടാമെന്ന് വിചാരിക്കാം, so it is deferred revenue. Deferred revenue means you are yet to provide the service. So that is going to their balance sheet. Balance sheet liability സൈഡിലാണ് പോകുന്നത് deferred revenue എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ if you are not providing that service properly, സ്റ്റുഡൻസിന് അവിടെ റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, if they are not completing the course, again it's a liability. അപ്പോൾ അവിടെ when you ultimately focus on the product, I think if it is validated, you can definitely. ആ ഒരു സമയത്ത് you can, because faster growthന് investment would be required. അതായത് money accelerates. Money accelerates the growth. Great. So finally, I'll ask one question to wind this episode. അതായത് ഇതിലിപ്പം സ്റ്റുഡൻസ് ഉണ്ടാവും, ഓൺട്രപ്രണേഴ്സ് ഉണ്ടാവും, വർക്കിംഗ് പ്രൊഫഷണൽസ് ഒക്കെ കേൾക്കുന്നുണ്ടാവും. വാട്ട് വിൽ ബി സേ ഒരു ടേക്ക് അവേ ഓർ എ മെസ്സേജ്, അത് അവർക്ക് എത്തിയിട്ടുണ്ടാവണം, ഈ എപ്പിസോഡാണ് എത്തിയിട്ടുണ്ടാണെന്ന് ചിന്തിക്കുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ ടേക്ക് എന്തായിരിക്കും? That start managing your finance now. Personal finance തന്നെ തുടങ്ങാം. So it is not like okay, I'll start when എൻ്റെ salary 7 figures ആകുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ salary 6 figures ആകുമെന്നല്ല. Even if your salary is 4 figures, 3 figures ആണെങ്കിൽ start now. Yeah, I would agree on to that. കാരണം one thing I used to say this, അത് എൻ്റെ തോട്ടക്കയ്യാന്ന് പറയും, റൈറ്റ്? വരുന്നതിന് മുന്നേ ഇങ്ങനെ പോകും, ഒരു കൺട്രോൾ ഉണ്ടാവില്ല. ഈവൻ ഐ തിങ്ക് ഇനീഷ്യലി ഹാക്ക സ്റ്റാർട്ട് ചെയ്ത സമയത്താണെന്നുണ്ടെങ്കിലും ഞാനായിരുന്നു അക്കൗണ്ടൻറ്റ്, ഞാനും ഹാദ്യം, റൈറ്റ്? യൂസ് ടു ബി ദ കളക്റ്റീവ് അക്കൗണ്ടൻസ്, റൈറ്റ്? സോ ഞാൻ അതിന് ശേഷവും ഇപ്പോൾ ഞാനായിക്കോട്ടെ ഹാരിസ് ആയിക്കോട്ടെ, നമ്മളെ വേ ഓഫ് മാനേജിങ് ലൈക്ക് ഫൈനാൻസസ് അവിടെ ചെയ്യണം, ചെയ്തോ ഇവിടെ ചെയ്യണം, സോ നിങ്ങൾക്ക് 10 രൂപ നിങ്ങൾ ഏൺ ചെയ്യുന്ന സമയത്ത് ഫൈനാൻസസ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് 100 രൂപ ഏൺ ചെയ്യുന്ന സമയത്ത് 500 രൂപ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ഫൈനലി യു വാണ്ട് ടു ആഡ്, സേ? Nothing. Okay. Thank you so much, Nizwa, and congrats on launching Finance School. It's a new arena. എന്താ പറയുക, ആൻഡ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫോർ ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല. ഇറ്റ് ഈസ് ഫോർ എവ്രി വൺ, all the working professionals, all the entrepreneurs, all the students. ആരൊക്കെ make money അവർക്കൊക്കെ ഉള്ളതാണ്. So yeah, thank you. Until we next time, take care and zero preachers. Yeah, bye.